നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പമുള്ളത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരായ രണ്ട് ഗായകർ, ഫ്രാങ്കോ, രഞ്ജിനി ജോസ്. അവരുടെ സംഗീത ജീവിതയാത്രയിലൂടെ നമുക്കും ഒപ്പം പ്രയാണം ചെയ്യാം. ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി പാടിയൊരു പാട്ടാണ്. M. ജയേന്ദ്രൻ സാറ് ആദ്യമായിട്ട് എനിക്ക് വിളിച്ചു തന്ന ഗാനമാണ്. ഈ ഗാനം ഞാൻ പാടിയിട്ട് ഇതിൻ്റെ ഡ്യുവറ്റ് വെർഷൻ ജോൾസിനെയാണ് പാടിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ അത് കുറച്ചുകൂടെ വൃത്തിയാക്കാമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും അത് പാടാനായിട്ട് വീണ്ടും ചെന്ന് ഞാൻ പാടിയിട്ടുള്ള പാട്ടത് യുനോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം തുടക്കകാലമാണ് ശരിക്കും പറഞ്ഞാൽ. അധികം പാട്ടുകൾ നിറയെ പാടിയിട്ടില്ല അല്ലേ? ഒരുപക്ഷെ ഫ്രാങ്കോ വന്നത് അല്പം ലേറ്റ് ആയിട്ടാണെന്നൊരു സംശയം എനിക്കുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരുപാട് കാലം ഇതിൻ്റെ ഈ കളരിയിൽ ഗുസ്തി പഠിച്ചു. വേണമെങ്കിൽ നേരത്തെ വരായിരുന്നു. ഇത്രയും കാലം അവിടെ ഈ പറഞ്ഞ ഈ അടവും തടവും പായേണ്ട കാര്യം ഉണ്ടായിരുന്നു. മറ്റൊരു ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു ബേസിക്സ് പഠിച്ചിട്ട് ഇതിലേക്ക് വന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിലേതാണ് ഫ്രാങ്കോയ്ക്ക് ഒരുപക്ഷെ ഞാൻ ലേറ്റായി പോയോ, കിട്ടേണ്ടിരുന്ന ഒരുപാട് പാട്ടുകൾ കിട്ടാതെ പോയോ, അത് ഞാൻ പഠിക്കാൻ ഒരു അവസരം കിട്ടിയോ? ഇല്ല, അങ്ങനെ പറയില്ല. കാരണം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ അർഹിക്കുന്നതിനേക്കാൾ അധികം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇന്നും എൻ്റെ കൂടെ പാടി തുടങ്ങിയവർ അല്ലെങ്കിൽ ഇപ്പോഴും പാടുന്നവർ, പ്രത്യേകിച്ചും തൃശ്ശൂർ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, ഇൻഡസ്ട്രിയിലുള്ളവർ, റിയാലിറ്റി ഷോസിന് ഞാൻ പോകുന്ന പല പ്രോഗ്രാമുകൾക്കും വന്ന് പങ്കെടുക്കുന്നവർ, അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ലേ ഞാൻ അവരെക്കാൾ ഒരുപാട് ഭയങ്കര മികച്ച ഒരു ഗായകനാണെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ സംഹൗ ഒരു കാര്യം മാത്രം എനിക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വന്ന സ്കൂളിൻ്റെ പ്രത്യേകത, അത് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പറ്റുന്ന പാട്ടാണെന്ന് തോന്നിയാൽ അത് എത്ര സമയം എടുത്താലും അതിൽ എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം, എന്തൊക്കെ എന്നെ കൊണ്ട് അതിൽ ആ പാട്ടിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും ഫ്രീഡം തരുന്ന മ്യൂസിക് ഡയറക്ടർമാരുടെ പാട്ടുകൾ, അതിൽ ഹാർമണീസ് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ എഫക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഒക്കെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങി മാക്സിമം ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അത് ഒരു എത്ര ചെറിയ പാട്ടാണെങ്കിലും വലിയ പാട്ടാണെങ്കിലും ഇപ്പോൾ ആൽബങ്ങൾ ഏകദേശം ഞാൻ ഒരു 1500ഓളം ആൽബങ്ങൾ ആൽബങ്ങളുടെ രാജകുമാരനാണ്. അപ്പൊ അത് പലതും ചെറിയ പ്രൊജക്ടുകളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഹിന്ദിയിലൊന്നും പോയിട്ട് ഒരു പരിപാടി ഉണ്ട്. ഹിന്ദി അങ്ങനെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ടൈംസ് മ്യൂസിക് ആണ് ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തത് ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ കോരിത്തിരിച്ചിട്ടുണ്ട്. ഫ്രാങ്കോ ചേട്ടനെ മറ്റേ MTV കണ്ടിട്ട് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ഓടി വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്കോ ഒരു MTV പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫ്രാങ്കോയുടെ ഒരു രൂപവും ഭാവവും അതിന്റെ ഒരു സംഭവം. ഞാൻ എപ്പോഴും പറയും ഫ്രാങ്കോ ചേട്ടൻ തമിഴിൽ തന്നെ നിന്ന് ഹാരിസ് സാറിന്റെ കുറെ കൂടെ വർക്ക്സ് അല്ല അവരുടെ കൂടെയൊക്കെ നിന്നാണല്ലോ ഫ്രാങ്കോ. കുറച്ച് ഫ്രാങ്കോ ചേട്ടൻ മടിയനാണ്. ഫ്രാങ്കോ ചേട്ടൻ അവിടെ നിന്ന് പോയി നിൽക്കും. ഒരു 2 വരി പാടി കൊടുക്കുമ്പോ அடி ராங்கனி 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 என்ன ரம்மலூரப்போடு இனி காமினி 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 நெருங்காமல் நெருங்கியாடு செம்மாங்கனி மாங்கனி மாங்கனி ஒரு கண்ணன் தந்த சூடு உயிர் வாங்கனி 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 இது இரவக்காடு இறையை தேடு. പൈനാപ്പിളിന്റെ വേറെ തമിഴ് ഇമാതിരി ജോണറിലുള്ള എല്ലാ പാട്ടും ഫ്രാങ്കോയ്ക്ക് സൂട്ടബിൾ. അല്ല, രഞ്ജിനി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ പറഞ്ഞ ആൽബങ്ങൾ ഹിന്ദി, തമിഴ് അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ഞാൻ വിചാരിച്ചു ഫ്രാങ്കോ അവിടേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു. ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മടി കൊണ്ടാണോ തിരിച്ചൊരു റിവേഴ്സ് കയറിട്ടത്? എനിക്ക് ഏറ്റവും പ്രയോറിറ്റി എൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ്. അവിടെയാണ് സംഭവിച്ചത്. അത് കുറേ കാര്യങ്ങൾ ശരിക്കും എന്താ പറയുക, എനിക്ക് തോന്നുന്നു പ്രയോറിറ്റീസ് നമ്മുടെ ലൈഫിൽ വേണം എന്തെങ്കിലും കാര്യത്തിനോട്. ഐദർ യു ഷുഡ് ഹാവ് യു ക്യാൻ അച്ചീവ് സം മണി. ചിലപ്പോൾ പൈസ ഉണ്ടായിരിക്കും, പൈസ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ പേരുണ്ടാക്കാൻ പറ്റും, പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും എന്നെ കംഫർട്ടാക്കുന്ന ഒരു ഏരിയ എൻ്റെ ഫാമിലിയാണ്. സോ
മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒരിക്കലും ഫ്രാങ്കോയുടെ അല്ല, അത് രഞ്ജിനിയെ പോലുള്ള ആൾക്കാർ, രഞ്ജിനിയെ പോലുള്ള ആൾക്കാർ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു മഹത് വചനമാണ്. ഇന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ നോക്ക്, ഫ്രാങ്കോ ഈ ഹിന്ദിയിലും തമിഴിലും തെന്നിന്ത്യയിലും ബോളിവുഡിലൊക്കെ കടന്ന് വിരാജിക്കേണ്ട ഒരാള് കുടുംബം വെറുതെ അല്ല 1, 2, 3 രഞ്ജിനി വെറുതെ അല്ല. അവിടെ ഹിന്ദിയില് അവിടെ നെഗോഷിയേറ്റ് കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. അല്ല ശരിക്കും അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഫിലോസഫി ഉണ്ടാകും എന്നുള്ളത്. അതെന്തും ആയിക്കോട്ടെ, എന്തായാലും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന എന്താണ്, അത് അവർ കണ്ടെത്തേണ്ട കാര്യമാണ്. അത് അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം പരിഹരിക്കും. ഒരുപക്ഷെ ഫ്രാങ്കോ വളരെ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധനൊക്കെ മറ്റേ ആരോ പറഞ്ഞല്ലേ അറിയാലിൻ്റെ അടിയിൽ ഇരിക്കേണ്ടി വന്നു, പക്ഷെ മൂപ്പർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. അതല്ലാതെ തന്നെ കൃത്യമായിട്ട് സംഭവങ്ങളൊക്കെ ഓക്കെ ആയി. എനിവേ വരട്ടെ ഒരാൾ. രഞ്ജിനിയിൽ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല കുട്ടികളായിട്ട് പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്തെങ്കിലും സ്റ്റേജ് ഷോൻ്റെ ബാക്ക് സ്റ്റേജോ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും രഞ്ജിനി വരുന്നത്. രഞ്ജിനി വന്ന് കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല, അവിടെ ഫുൾ ചാറ്റർ ബോക്സ് ആയി മാറും. അവൾ വന്നാൽ പിന്നെ ഫുൾ കത്തിയടി, വർത്താനം, കളി, ചിരി, തമാശ ഇതൊക്കെ തുടങ്ങും. പിന്നെ മിക്കവാറും അധിക സ്റ്റേജ് ഷോസിന് ബാക്ക് സ്റ്റേജിൽ ഇരിക്കുമ്പോഴും രഞ്ജിനി വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ചീത്ത ഉറപ്പാണ്. കാരണം അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബഹളമയമായിരിക്കും, ചാറ്റർ ബോക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. രഞ്ജിനീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് രഞ്ജിനി പാടിയ മനു രമേശ് സംഗീത സംവിധാനം ചെയ്ത അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ പടത്തിലെ ഒരു സോങ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് തോന്നുന്നു രഞ്ജിനീൻ്റെ എൻ്റെ ഏറ്റവും പേഴ്സണൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു സോങ് ആണത്. അപ്പോൾ രഞ്ജിനി ടെൻഷൻ അടിക്കേണ്ട രഞ്ജു, നിനക്ക് ഞാൻ ഒരു പണിയും തരുന്നില്ല, ആ പാട്ടിൻ്റെ ഒരു 4 വരി പാടിയാൽ മതി. ദിസ് ഇസ് മൈ ഫേവറേറ്റ് സോങ് ആൻഡ് ഡെഡിക്കേറ്റ് ടു യു ഓൾ ഗൈസ്. എന്നു കാണും ഞാൻ ഇനിയും കണ്ണു കണ്ണാലെ മൊഴിയാ എന്നിലെ നിന്നിലെ താരമായൊരാൾ തൊട്ടുരുമ്മി നിൽക്കുവാൻ ചാരേ സ്വപ്നമാം തൂവലാൽ പൊട്ടു തൊട്ടു ചാർത്തുവാൻ ചാരേ എന്നു കാണും ഞാൻ ഇനിയും കണ്ണു കണ്ണാലെ മൊഴിയാ. ബ്യൂട്ടിഫുൾ സോങ്. മനു രമേശിന്റെ രമേശ് നായരുടെ മകൻ്റെ ബ്യൂട്ടിഫുൾ സോങ്. മ്യൂസിക് ഡയറക്ടറാണ് മനുവിനെ. ശരിക്കും പറഞ്ഞാൽ മനുവിനോട് താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം എനിക്ക് പറ്റിയൊരു വോയിസ് കൾച്ചറുള്ള പാട്ട് ശരിക്കും വിളിച്ച് തന്ന അനൂപ് ശങ്കർ ആണ്. അനൂപേട്ടനാണ് ഇത് മനുവിനോട് പറഞ്ഞത്, ഞാനാണെന്ന് പറഞ്ഞിട്ട് അനൂപേട്ടനോടാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. ഡെഫിനറ്റ്ലി മനു. പിന്നെ നല്ലൊരു സിനിമയിലൊരു നല്ലൊരു പാട്ട്, അതൊരു സോളോ ആയിരുന്നു എനിക്ക് മനു തന്നത്. താങ്ക്സ് ലോട്ട്. അതിൽ ആക്കിപ്പലയാണ്, മുഴുവനും ബാക്കിംഗ് വോക്കൽസ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള ആ ചിത്രത്തിൽ ഞാനും ഒരു 4 വരി പാടിയിട്ടുണ്ട്. പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതില് ആളുടെ ആ പോർഷൻ ഞാനാ പാടിയിരുന്നു. ഞാൻ എന്താ പറയാ, നല്ലൊരു വർക്കായിരുന്നു. എനിക്ക് എൻ്റെയും രഞ്ജിനിയുടെ പാട്ടുകളിൽ ഒരു പേഴ്സണൽ ഫേവറിറ്റീസ് ആണ്. ബ്യൂട്ടിഫുൾ സോങ്. ഓർക്കസ്ട്രേഷനും ബാക്കിംഗ് വോക്കൽസ് ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടാണ്. ബ്യൂട്ടി. വരട്ടെ, ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കണമെന്ന് വന്നുപോയ ആളാണ്, പക്ഷേ എങ്കിൽ വീണ്ടും വരണം. എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ രണ്ടുപേരും ഈ പാട്ട് രാക്ഷസി എന്നുള്ള പാട്ടിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പല പാട്ടുകളും നമ്മൾ രണ്ടുപേരും, ഞാൻ പാടേണ്ട പാട്ട് ഫ്രാങ്കോ പാടിയിട്ടുണ്ട്, ഫ്രാങ്കോ പാടേണ്ട പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു പലരും ഇതൊരു എന്താ സീക്രട്ടായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ. ഒരിക്കൽ ജൂലൈ 4 എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് കിട്ടണ്ടായില്ല. അപ്പോൾ അന്ന് എനിക്ക് അവസരസിൻ സാറാണ് മ്യൂസിക്. അപ്പോൾ എന്നെ കിട്ടാതായി വന്നപ്പോൾ ലാസ്റ്റ് ഫ്രാങ്കോനെ അവസാനം പറഞ്ഞു നിർത്തി. അപ്പോൾ
എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എൻ്റെ തലയിലാണ് ആ പാട്ടെന്നുള്ള ഇതായിരിക്കും ദൈവനിശ്ചയം. ആ സമയത്ത് എന്നെ കിട്ടുകയും ഞാൻ പോയി ആ പാട്ട് പാടുകയും ചെയ്തു. അതേപോലെ തിരിച്ചും അതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക് ചെയ്ത പാട്ട്. അത് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നീ നാളെ വന്ന് പാടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളൊരു പാട്ട്. പക്ഷേ ആ പാട്ട് എനിക്ക് പാടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് ഫ്രാങ്കോണ് പാടിയത്, പഞ്ചാരച്ചിരി കൊണ്ടെന്നുള്ള പാട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് രണ്ടുപേർക്കും എൻ്റെ അറിവിലുള്ള ഒരു സംഭവങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ അതെല്ലാം ദൈവനിശ്ചയമാണ്. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഈ ഫീൽഡിൽ പാരയുണ്ടെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതൊന്നുമില്ല, എല്ലാം പടച്ചവൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ തലയിൽ. അതിനുദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എനിക്ക് ഫ്രാങ്കോയുടെ പുതിയ പദ്ധതികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബിസിനസ്സുകാരനും കൂടിയാണ് ഫ്രാങ്കോ. അതും ഒരു സീക്രട്ടാണ്. അത് എന്തായാലും ബ്രിട്ടാർ സാറ് ഒന്ന് ഫ്രാങ്കോൻ്റെ രീതി ചോദിക്കണം. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കാൻ? അതാണ് അതൊരു നല്ല ചോദ്യമാണ്. ചോദ്യം ഇഷ്ടപ്പെട്ടു. ശരിക്കും ഭയങ്കര അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം എനിക്കിട്ട് പണി അത് നിങ്ങൾ പറയിപ്പിച്ചാണോ എനിക്ക് സംശയം. അയ്യോ അല്ല, എനിക്കറിയില്ല. ഇതിലിപ്പോ ഇന്ന് അഫ്സൽ ഇപ്പോ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, അഫ്സൽ ഈ 2 പാട്ടുകളുടെ കാര്യം എനിക്കൊരു പുതിയ അറിവാണത്. ഈ ജൂലൈ 4th പാട്ടിന്റെ കാര്യം, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനുള്ളൊരു വേദിയാണ്. ശരിക്കും സത്യം. ഞാനിപ്പോ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണെന്നറിയോ, ഇത്രയധികം പേര് കാണുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഇനി പല ആൾക്കാരും കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾ ഫ്രാങ്കോ സാറ് പറഞ്ഞതുപോലെ നമ്മൾ കുടുംബത്തെയാണ് അല്ല, അതിൽ കൂടുതൽ പറയുന്നത് മറ്റേതായിരിക്കും. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പോലീസ് കേസുള്ളതാണ്. മാത്രമല്ല ഈ ഫ്രാങ്കോ ഇപ്പൊ ബിസിനസ് ഇനി ഫ്രാങ്കോ ഈ രഞ്ജിനിയും ഫ്രാങ്കോ അക്കാര്യത്തിൽ വളരെ സമർത്ഥനാണ്. ഫ്രാങ്കോ വിൽക്കുന്ന ഫ്രാങ്കോയുടെ കച്ചവടം എന്താ അറിയാം? എനിക്കറിയാം, ഞാൻ പറയൂല. രഞ്ജിനിക്ക് ആവശ്യമായി വരില്ലേ ഉടനെ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഒന്ന് ഗസിയേ പ്രേക്ഷകരെ, എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. അത് പറഞ്ഞ സമയം പറ. അധികം വൈകാതെ എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ഫ്രാങ്കോ മെറ്റേണിറ്റി പ്രൊഡക്റ്റുകളാണ്. ചമ്മിയത് ഞാനാണ്. കച്ചവടം ചെയ്യുന്ന ഫ്രാങ്കോ ചേട്ടനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂടെ ചേർന്ന് ഉള്ള ഒരു സംരംഭമാണ്. ഞങ്ങൾ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ലാഭമുണ്ടോ ഫ്രാങ്കോ? ശരിക്കും ഒരു 1.5 വർഷമേ ഞങ്ങൾ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. 1.5 വർഷം കൊണ്ട് മുടക്കുമ്പോൾ തിരിച്ചു കിട്ടിയില്ലേ? 1.5 വർഷം കൊണ്ട് വി ആർ ഡൂയിങ് റിയലി ഗുഡ്. കാരണം ഇത് ഫ്രീ ടൈമുകൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും. പിന്നെ എന്ത് ആൽബം, പിന്നെ എന്ത് ബോളിവുഡ്? അയ്യോ അങ്ങനെയല്ല. ഇതൊരു രഞ്ജിനിയും ആള് മോശമല്ല. രഞ്ജിനി ഭയങ്കര, ഇപ്പം നിങ്ങളൊക്കെ പാടി ക്ഷീണിച്ച് കഴിയുമ്പോൾ രഞ്ജിനി നിങ്ങളോട് എന്താ പറയാ എന്ന് ഫ്രാങ്കോ എന്നോട് പറഞ്ഞല്ലോ. ചേട്ടാ എനർജി കിട്ടാൻ വേണ്ടി ഒരു റെഡ് ബുള്ളൊക്കെ കഴിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. എനർജി ഡ്രിങ്ക് എല്ലാം കഴിക്കാൻ പറയില്ല. അത് എന്റെ ഭർത്താവ് റെഡ് ബുള്ളായിരുന്നു. കണ്ടോ, ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടത് കുടിപ്പിച്ചില്ല. പക്ഷേ രഞ്ജിനിയുടെ ഡ്രസ്സുകൾ എനിക്ക് തോന്നുന്നു ഡ്രസ്സുകളെല്ലാം ഡിസൈൻ ചെയ്യുന്ന രഞ്ജിനാണ് അല്ലേ? ആണോ? അപ്പൊ ആ മേഖലയിൽ നല്ലൊരു ഒരു വ്യവസായ സംരംഭകയുടെ എനിക്ക് പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു പാർട്ട്ണർ ആവട്ടെ എന്ന് ഞാൻ ഇന്ന് ചോദിച്ചുള്ളൂ. ആണോ? അപ്പൊ ഇന്ന് നമുക്കൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ പറഞ്ഞു, കാശിറക്കാനായിട്ട് ഫ്രാങ്കോ ചേട്ടൻ റെഡി ആണെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്ത് തരാന്ന് പറഞ്ഞു. അല്ല, അതിന്റെ ഒരു ശരി. രഞ്ജിനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും, പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് വേണം. അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയോ? താല്പര്യം ഉണ്ടാവില്ല. കറക്റ്റ്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പണം മുടക്കിച്ചിരിക്കുന്ന കുഴപ്പം എന്താ അറിയോ? അതിന്റെ വേദന മനസ്സിലാവില്ല. തൃശ്ശൂർകാർക്ക് കൃത്യമായിട്ട് ബിസിനസ് അറിയാവുന്ന ഒരു പാട്ട് പാടി അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മതരാം രാക്ഷസി, തുടക്കം വിട്ടില്ലേ പെണ്ണെ അടുത്തു വന്ന് നിന്നാട്ടെ, തിടുക്കം
തൂക്കം എന്താണ്, എന്റെ നിഴലളക്കണത് എന്താണ്, അടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. രഞ്ജിനി ഇപ്പോൾ ഒരുപാട് പാട്ടുകാർ ഇപ്പം എനിക്ക് തോന്നുന്നു സംഗീത ലോകം എന്ന് പറയുന്നത് ഒരു ഫ്ലഡാണ്. ഒരുപാട് സംഗീത സംവിധായകർ, ഒരുപാട് ഗായകർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേരിങ്ങനെ വടവൃക്ഷങ്ങളെ പോലെ. ഇപ്പോൾ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും സംഗീത സംവിധായകർ. ഫ്രാങ്കോയും സംഗീത സംവിധായകനാണ്, രഞ്ജിനിയും ഒരു സംഗീത സംവിധായക ആണ് അല്ലേ? അതാണ്. അല്ലാത്തവരില്ല. സംഗീതം എന്ന് പറയുന്നത് ആർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേഖലയായി മാറി. അതിന് പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർക്കത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്താ രഞ്ജനി ഈ ഒരു എന്താ പറയേണ്ടത്, ഇത് ഏജ് ഓഫ് എൻലൈറ്റൻമെന്റിനെ കുറിച്ച് രഞ്ജനിയുടെ അഭിപ്രായം? സാർ പറഞ്ഞ പോലെ തന്നെ ഇതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നൊന്നും ഒരിക്കലും ഞാൻ എന്നെ വിളിക്കില്ല. ഞാനൊരു ഓണത്തിന് പറഞ്ഞ പോലെ എൻ്റെ ഒരു വിദേശ യാത്ര നടന്നില്ല. ആ നേരത്തെ എനിക്കൊരു വാശിക്ക് ഞാൻ ചെയ്തതാണ് ഒരു ഓണപ്പാട്ട്. അത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ്. ഞാനും ഹസ്ബൻഡും ചെയ്യുന്ന രുദ്ര റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എഴുതിയത് ഷിബു ചക്രവർത്തിയാണ്. ഞാൻ മ്യൂസിക് ചെയ്തു. ഓർക്കസ്ട്രേഷൻ മുഴുവൻ ചെയ്തതും പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്തത് സന്തോഷ് ചേട്ടനാണ്, സന്തോഷ് ചന്ദ്രൻ, ഗിറ്റാറിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മ്യൂസിക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഓണപ്പാട്ട് 2 പേര് പാടിക്കോളൂ. ഈ രഞ്ജനിയുടെ ഒരു രൂപം കാണിച്ചേ ഫ്രാങ്കോ, കാണിച്ചു. പൊന്നിതൾ പട്ട് ഞൊറിഞ്ഞൊന്നൊടുത്ത് ഇന്നുഷ സന്ധ്യ വന്നു, പൊന്നിതൾ പട്ട് ഞൊറിഞ്ഞൊന്നൊടുത്ത് ഇന്നുഷ സന്ധ്യ വന്നു, എഴുതിരിട്ട വിളക്ക് കൊളുത്തി വലിയൊരു പൂക്കളമെഴുതി, വിണ്ണിൽ പുലരി പൊന്നോണം, മണ്ണിൻ മനസ്സിലും ഓണം, ഈറൻമുളം തണ്ടിലീണങ്ങൾ തീർക്കൂ നീ പൊന്നോണ പൂങ്കാറ്റേ, പൊന്നിതൾ പട്ട് ഞൊറിഞ്ഞൊന്നൊടുത്ത് ഇന്നുഷ സന്ധ്യ വന്നു. രൂപപരിണാമം. ഈ ഫ്രാങ്കോയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ തൃശ്ശൂർ ഭാഷയെ സന്നിവേശിപ്പിച്ചിട്ടൊരു പാട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. വാസുട്ടൻ. എനിക്ക് സാറ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം പറഞ്ഞില്ലേ, എൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം. ജീവിതത്തിന്റെ ഫിലോസഫിയാണോ? പാട്ടുകള്, പഴയ പാട്ടുകളും അല്ലേ, പുതിയ പാട്ടുകളുടെ ഒരു വ്യത്യാസങ്ങളും ഓരോ കാലഘട്ടത്തിനും ആവശ്യമുള്ള പാട്ടുകൾ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു വരുന്നത്. ഇന്നിപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ ഇന്നത്തെ ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും യോജിച്ച പാട്ടുകളായിരിക്കണം. കാരണം നമ്മുടെ ഒരു ഗാമറ്റ് എന്ന് പറഞ്ഞ ഒരു ഗാമറ്റ് ഫ്രാൻസിസ് ചേട്ടൻ സാറ് അറിയുന്നതായിട്ട്, സൗണ്ട് എഞ്ചിനീയർ, ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സൗണ്ട് എഞ്ചിനീയർ. ആൾ പറയും, ആള് തുടക്കത്തിൽ ആളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിലും ആൾ മെഷീൻ്റെ മുമ്പിലിരിക്കുമ്പോൾ വന്നിട്ട് പറയും, അന്നത്തെ കാലത്തെ ആൾക്കാർ പറയും, ഇത് 25-30 കൊല്ലം മുമ്പ് പറയും, പണ്ടത്തെ പാട്ടുകളാണ് പാട്ടുകൾ. അതിപ്പോൾ ഈ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും പ്രോഗ്രാമിന് പോയപ്പോൾ ആളുടെ അടുത്ത് വന്ന പുതിയ തലമുറയിൽപ്പെട്ട് അപ്പോൾ ആൾ പറഞ്ഞു, ഇതൊന്നല്ല പാട്ട്, പണ്ടത്തെ പാട്ടുകൾ. പഴയ എസ്എൽസിക്കാരൻ അയാൾ പഴയ എസ്എൽസിക്കാരനാട്ടോ. എക്സാക്ട്ലി, അതൊരു പ്രത്യേകതയാണ്, അതൊരു ഒബ്സഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ചെറുപ്പകാലം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളായിരിക്കും ഒരു പക്ഷെ നമ്മുടെ മനസ്സിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, നല്ലത് പൊട്ട എന്നുള്ളതിനേക്കാളും അല്ലേ? തീർച്ചയായിട്ടും. അതാ കാരണം നമ്മുടെ ഒരു ഫോർമാറ്റീവ് ഇയേഴ്സിൽ നമ്മളെ സ്വാധീനിച്ച പാട്ടുകൾ എപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ അതിൽ നിന്ന് മോചനം കിട്ടിയ നിങ്ങൾക്കായിരിക്കും. നിങ്ങൾക്ക് പുതിയ പുതിയ പാട്ടുകളും മറ്റും കിട്ടി വേണമെങ്കിൽ
അതിൽ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാം. ഇന്നിപ്പോൾ എല്ലാവർക്കും മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് കമ്പോസ് ചെയ്ത് ഒരു മൈക്ക് വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം. ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് യൂട്യൂബ് ഉണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പാട്ടുണ്ടാക്കുന്നത്. പണ്ട് ഇതൊന്നും ജോണറിലുള്ള മ്യൂസിക് നമുക്ക് കേൾക്കാനുള്ള ഇതുണ്ട്, എന്താ പറയാ, അമ്യൂണിറ്റീസ് ഉണ്ട്. ലോകത്തിലെ എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും. എല്ലാം ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇതുപോലെ വലിയൊരു വിപ്ലവം നടന്നു കഴിഞ്ഞു. വാസുട്ടൻ അതുപോലെ എനിക്ക് ഈ ആ പാട്ട് പാടിക്കുക, ആ പാട്ട് ഒന്ന് ഫുൾ സോങ് പാടട്ടെ? ആ പാടുക. എന്തൊട്ടക്കളാവേ എന്തൊട്ടത്, എന്തൊട്ടക്കളാവേ എന്തൊട്ടത്, അമിട്ട പൊട്ടി മേപ്പെട്ട പൊന്തി കിപ്പെട്ട വന്നു എന്തൊട്ട ചെയ്യാം, എന്തൊട്ടക്കളാവേ എന്തൊട്ടത്, എന്തൊട്ടക്കളാവേ എന്തൊട്ടത്. ഹേയ് വാസുട്ടൻ ഒമ്പടവാ, ഹേയ് വാസുട്ടൻ ജാതി ഗഡ്യ, ഹേയ് വാസുട്ടൻ ഒമ്പടവാ, ഹേയ് വാസുട്ടൻ ജാതി ഗഡ്യ. എന്തിഷ്ടം. അപ്പൊ അത് എനിക്ക് ഈ ഒരു ഗാനം എനിക്ക് ഗോപി സമ്മാനമായി തന്ന ഒരു പാട്ടാണ്. ഇത് ഒരു ഒറ്റ വാക്കുകൂടെ എനിക്ക് ആ പാട്ടിനെ കുറിച്ച് പറയാനുണ്ട്. ഔസേപ്പച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് വർഷങ്ങൾ. ഗോപി സുന്ദറിനെ അസിസ്റ്റന്റ് ആക്കുന്നത് പിന്നെ ഫ്രാങ്കോ ആണല്ലേ? കുറച്ചൊക്കെ കുറച്ച് റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഗോപിയുടെ ഒരു പാട്ട് വീണ്ടും പാടാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ചധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ്. ഫ്രാങ്കോ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ? ഫ്രാങ്കോ ഇടയ്ക്ക് വരണ്ട് പോയിട്ടുണ്ടോ ഒരു പ്രാവശ്യം അല്ലേ? ഉറപ്പായിട്ടും. അതറിയില്ലേ? ഒരു ചെറിയ ഏതോ ഒരു അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഡോക്ടർ ഫ്രാങ്കോയിൽ എന്തോ കണ്ടുപിടിച്ച് ഫ്രാങ്കോ പിന്നീട് നൊവേന, മറ്റേത് മറിച്ചത്, പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന. എന്നോട് അയ്യോ ശരിക്കും അതറിയാം. എന്നോടൊരു അച്ഛൻ പറഞ്ഞു, എത്ര നൊവേനയാണ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് പൈസ കളഞ്ഞു അങ്ങനെ നൊവേന എഴുതിയിട്ട്. അയ്യോ നൊവേനയല്ല, നമ്മൾ ഒരുപാട് കത്തിച്ചോ, പേടിച്ച് വരണ്ട് പോലെ നമ്മൾ. ഭയങ്കര ഒരു അവസ്ഥ ഇത് ശരിക്കും. അതായത് വയറുവേദന ഇടയ്ക്കൊക്കെ അങ്ങനെ എൻഡോസ്കോപ്പി നോക്കിയിട്ട് ആദ്യം നമ്മളിവിടെ എറണാകുളത്തുള്ളൊരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ് എൻഡോസ്കോപ്പി നോക്കിയത്. നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു പോളിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കുക, സംതിങ് ആൾ വളരെ കണ്ണൊക്കെ ഒരു പ്രത്യേക രീതിയിൽ, ദൈവമേ സംതിങ് റോങ്. അങ്ങനെ ഞാൻ പിന്നീട് എനിക്കെന്താ പറയുക, മക്കളെയൊക്കെ കാണുമ്പോൾ എന്തായാലും ഞാൻ അധികം നാളൊന്നും ഉണ്ടാവില്ല, ക്യാൻസർ ആയിരിക്കും, അങ്ങനെയൊക്കെ ധാരണയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സജിയേട്ടൻ, ചേതന സ്റ്റുഡിയോയിൽ സജിയേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത് ഷെയർ ചെയ്തു. അപ്പോൾ സജിയേട്ടൻ പറഞ്ഞു, നീ ഇവിടെ ഒന്നും ചെയ്യരുത്, ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ പോയിട്ട് നമുക്ക് നോക്കാം. KG ഹോസ്പിറ്റൽ ഉണ്ടെന്നാണ്. KG ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലെ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഹോസ്പിറ്റലിൻ്റെ അത് അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഏകദേശം തീരുമാനിച്ചിട്ട് പോകുന്നത് അസുഖം എന്താണെന്നുള്ളത് ഏകദേശം കഴിഞ്ഞു, തിരിച്ചു വരില്ല എന്നുള്ള തീരുമാനം. ഉറപ്പായിട്ട് ഇതോടുകൂടി എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പോകണം. ഞാൻ പുറത്ത് കാണിക്കുന്നില്ല, പക്ഷെ ഭയങ്കര സ്ട്രെയിൻ. അങ്ങനെ ഈ ഗേറ്റ് കടന്നിട്ട് പിന്നെ തിരിച്ച് എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഗേറ്റിലേക്ക് എത്തണേ. ആ ഗേറ്റിലേക്ക് എത്തിയ സമയം മുതൽ അവിടെ ഒരു ആംബിയൻസ് മ്യൂസിക് ഉണ്ടായിരുന്നു, ഒരു മെഡിറ്റേഷൻ മ്യൂസിക്. ആ മ്യൂസിക് ഞാൻ തിരിച്ചെത്തുന്നത് വരെ എന്നെ വീഴാതെ കൊണ്ടു നടന്ന ആ മ്യൂസിക്കാണ്. വാസ് വെരി എന്താ പറയുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന എന്തോ ടെക്നോളജി ഉള്ളൊരു ഭയങ്കര സംഗീതത്തിൻ്റെ ഒരു അപാരമായ ശക്തിയാണത്. ഉറപ്പായിട്ടും. അന്ന് അവിടെ പ്ലേ ചെയ്തിരുന്ന മന്ത്രങ്ങളാണ് സാൻസ്ക്രിറ്റിൽ. അന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു മെഡിറ്റേഷൻ ആൽബം വരണം വേണമെന്നുള്ളത്. ഈനോ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് ചെയ്യണമെന്ന ഒരു ആഗ്രഹം തോന്നിയ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സാൻസ്ക്രിറ്റിലുള്ള ഒരു പ്രൊജക്റ്റ് 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. കുറേ ടെക്നോളജിയിലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ സംസ്കൃതം പഠിച്ച ഫാദർ അല്ലേ, അദ്ദേഹമാണ് അതിൻ്റെ അല്ലേ? ഡോക്ടർ KU ചാക്കോ അദ്ദേഹമാണ് ഇതിൽ
ഇത് എഴുതിയിരിക്കുന്നത്, വരികളെല്ലാം എഴുതിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കീബോർഡിസ്റ്റാണ് അത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, വില്യം ഫ്രാൻസിസ്. അതുപോലെ തന്നെ അതിൻ്റെ ഓർക്കസ്ട്ര, തന്നെ അതിൻ്റെ കോറൽ പാർട്ട്, അതിൻ്റെ ഹാർമണൈസേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സജി ആർ നായർ. അദ്ദേഹം വണ്ടർഫുൾ ടെക്നീഷ്യൻ. ഞങ്ങൾ തൃശ്ശൂർ ഒരു ഗോത്തിക് സ്ട്രക്ചറിലുള്ള ഒരു പള്ളിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഉള്ള ആംബിയൻസ് മാത്രം ഒരു 5 മൈക്കുകൾ വെച്ച് ക്യാപ്ചർ ചെയ്തെടുത്തു. അങ്ങനെ കുറച്ച് ചെറിയ ജോലി ചെയ്തു. ഒരു KG ആശുപത്രിയിലുള്ള ഒരു പോക്ക്. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം ഇല്ലാന്ന് മനസ്സിലായി. സംഗീതം ഉണ്ടാകുന്ന വഴി നോക്കരുത്. പക്ഷെ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും ഇതുപോലെ ഒരുപാട് വഴിത്തിരിവുണ്ട്. ഇപ്പൊ രഞ്ജിനിക്ക് വേറെ രൂപത്തിലേ വരും. പടം എനിക്ക് അഭിനയിക്കണേലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പ്രാഡോ ഓടിക്കാൻ കിട്ടി. അത് മമ്മൂക്ക 2020 സിനിമയിൽ ഓടിച്ച അതേ പ്രാഡോ ആയിരുന്നു എനിക്ക് അതിൽ ഓടിക്കാൻ കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്നൊന്നും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഷാജി സാർ കറക്റ്റായിട്ട് പറഞ്ഞുതരും, അത് ഞാൻ ചെയ്യും, പോയിരിക്കും. അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പോൾ എനിക്ക് ഗാനമേള ഉണ്ടാവും, ഞാൻ പോകും. അപ്പോൾ ഒരിക്കലും ഇതെൻ്റെ ഒരു പ്രൊഫഷൻ അല്ലായിരുന്നു. അത് കാരണം ആണെന്ന് തോന്നുന്നു ഞാൻ ഒരുപാടധികം എൻജോയ് ചെയ്തു. കാരണം അതെനിക്ക് ടൈം പാസിൽ എന്തോ ചെയ്യാൻ കിട്ടുന്ന ഒരു കാര്യം പോലെയായിരുന്നു. പക്ഷേ ഈ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാടധികം പേര് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാടധികം പേര് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. പക്ഷേ എനിക്കും ഇപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സോങ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, ടു ബി വെരി ഫ്രാങ്ക്. ബട്ട് എനിക്ക് ഈ ഒരു പാട്ട് ആ നേരത്ത് എൻ്റെ കരിയർ കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ ആ നേരത്ത് ദൈവം കൊണ്ട് തന്ന ഒരു കാര്യമാണ് റെഡ് ചില്ലീസ് എന്ന് പറയുന്നത്. ഒരു താലത്തിൽ എനിക്ക് വെച്ച് തന്നൊരു സമ്മാനമായിരുന്നു. കാരണം ഈ ഒരു പാട്ട് വെച്ചിട്ട് ഞാൻ 1.5 കൊല്ലം ഞാൻ ഗാനമേള. ഞാൻ വെറുതെ പറഞ്ഞില്ല, KG ആശുപത്രിയുടെ റൗണ്ടാണ് തീർച്ചയായിട്ടും രഞ്ജിനിയുടെ. ബിക്കോസ് ഓഫ് പേഴ്സണൽ റീസൺസ് എൻ്റെ കരിയർ കുറച്ച് ഡൗൺ. ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ എനിക്ക്. അത് കാരണം എനിക്ക് ഈ പാട്ട് എന്തൊക്കെ എൻ്റെ ഫേവറേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എനിക്കൊരു ദൈവതുല്യമായി തോന്നുന്ന ഒരു പാട്ടാണ്. അതിന് ഞാൻ എം ജയചന്ദ്രൻ സാറിനോട് എവിടെയൊക്കെയോ എന്തിനൊക്കെയോ നിമിത്തങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാല് കീരിക്കാടൻ ഫ്രാങ്കോ ആയി മാറേണ്ട ഒരാള് എങ്ങനെ ആ ഒരൊറ്റ ടെക്നിക്ക് മിക്കവാറും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പിൽ പാട്ടുകാരുടെ, അതിൽ മുഴുവൻ അതായിരിക്കും പേര്. വരട്ടെ, ഒരാൾ കൂടെ വരട്ടെ. അച്ഛൻ്റെയും എൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്താണ് രഞ്ജിനിയുടെ ഹസ്ബൻഡ് രാം നായർ. ആൻഡ് അവർക്കൊരു മ്യൂസിക് കമ്പനി ഉണ്ട്, രുദ്ര റെക്കോർഡ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ഇക്വേഷൻ അവർ ഒത്തിരി മ്യൂസിക്കൽ എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്യുന്നതാണ്. മോർ ഓവർ ദാറ്റ് രഞ്ജിനി ജോസിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരിയുടെ സ്റ്റേജ് അപ്പീൽ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം എല്ലാ രീതിയിലും ഇനിയൊരു അപ്കമിങ് മ്യൂസിഷ്യന് ഉറ്റുനോക്കാവുന്ന ഒരു റോൾ മോഡലാണ് രഞ്ജിനി ജോസ്. എനിക്ക് ആ കൂടി മിസ്സസ് നായരോട് ചോദിക്കാനുള്ളത്, ഈ ആക്ടിങ് ആൻഡ് സിംഗിങ്, how do you balance all that, and where do you see yourself in the coming years? അന്നയുടെ സംഭാഷണം ഭയങ്കര അന്നയുടെ ശരിക്കും പറഞ്ഞാൽ കോട്ടയം ഭാഷയാണ് കേൾക്കേണ്ടത്. എന്റെ സാറേ പറ്റത്തില്ലായേ, ചേട്ടനോട് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ലായേ. ശരിക്കും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള അന്നയെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, നമ്മള് ചെറുങ്ങനെ ഒന്നും ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. വളരെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള, വളരെ മനസ്സ് ശുദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, കോളേജ് തുടങ്ങി എൻ്റെ ജൂനിയർ ആയിരുന്നു അന്ന, സമൃദ്ധയുടെ ഒക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യം ഇതാണ്, അതെ എന്താണ് പിന്നെന്താണ് എന്താ മിസ്സിസ് നായർ എന്ന് ഫാഷൻ ഡിസൈനർ, ബിസിനസ് വുമൺ, എന്താണ് സാർ ഒരു ഐഡിയ എനിക്ക് ഇട്ടോണ്ടിരിക്കുക. ഞാനിങ്ങനെ ഡയറക്ടർ, ബാൻഡ്. അതാണ് ലാസ്റ്റ് പറഞ്ഞതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഫോക്കസ്. എൻ്റെ ബാൻഡാണ്. ഡെഫിനറ്റ്ലി സിംഗർ എനി ടൈം. ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദാസർ, ചിത്ര ചേച്ചി, ഫ്രാങ്കോ ചേട്ടൻ, ജോൺ ബ്രിട്ടാസ്, ഇങ്ങനെ ഒരുപാടധികം പേര് എൻ്റെ മ്യൂസിക് ഫ്രെറ്റേണിറ്റിയിൽ SP സാറ്, ഇളയരാജ സാർ,
ഇവരെയൊക്കെ ഒന്ന് കാണാൻ കഴിയാന്ന് പറയുന്ന ഒരു ഫ്രാങ്കോ ഭാഗ്യത്തിൽ നമുക്കിട്ട് അവരുടെ ഒന്ന് വർക്ക് വെച്ചാ സർ പറഞ്ഞില്ലേ എല്ലാവരുമായിട്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി സിംഗ എൻ്റെ ബാൻഡ്, ജനറേറ്റർ, പിന്നെ പറയാൻ പറ്റില്ല അതിന്റെ കൂടുതൽ ഒറ്റക്കാരിയുള്ള 10% തന്നേക്കണം. ഓക്കെ സർ, ഓക്കെ. അതുപോലെ ബ്രിട്ട സാർ, ഞാൻ ഒരു വളരെ നല്ലൊരു വിശേഷം പങ്കുവയ്ക്കാനായിട്ട് മറന്നു. നമ്മുടെ ഹിന്ദിയിലെ പാട്ടിനെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാനാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിവുഡിലൊരു പാട്ട് പാടാൻ കിട്ടി എന്നുള്ളതാണ്. അത് കഷ്ടപ്പെട്ട് കിട്ടിയത് തന്നെയാണ്, ഒരു സുപ്രഭാതത്തിൽ വെറുതെ വന്നതല്ല. 2 മാസത്തോളം ഞാൻ ബോംബെയിൽ ഇതിൻ്റെ ഇടയ്ക്ക്, ഇവിടുത്തെ വർക്കിൻ്റെ ഇടയ്ക്ക് പോയി നിന്ന് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് CDs ഓരോരുത്തർക്ക് കൊണ്ടു കൊടുത്ത്, അങ്ങനെ അവസാനം ഞാൻ അമേരിക്കൻ ഷോന് ഇങ്ങനെ MG സാറിൻ്റെ കൂടെ പോയിരിക്കുന്ന നേരത്തെ എന്നെ വിളിച്ച് ഈ ഒരു പാട്ട് പാടാനായിട്ട് എന്നെ വിളിച്ച്, ഒരു സ്ക്രാച്ച് പാടാനായിട്ട് വിളിച്ച്. അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി ബോംബെ പോയി സ്ക്രാച്ചൊക്കെ പാടി കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അശുതോഷ് ഗോവാറിക്കറിൻ്റെ പടത്തിലാണ് പാടിയതെന്ന്. ദീപിക പടിക്കൂറിന് വേണ്ടിയിട്ടാണ് പാടിയത്. ഖേലെ ഹം ജി ജാൻസെ എന്ന് പറയുന്ന സിനിമയായിരുന്നു. നൈൻ തെരെ ഝുക്കെ ഝുക്കെ എന്ന് പറഞ്ഞ പാട്ട്. അത് പാടണോ? नैन तेरे झुके झुके क्यों है ये बता, कोई तो है मन में तेरे हमसे सखी ना छुपा, मैं ही क्यों बताऊं सखी पहले तो बता, चोरी चोरी आंखें तेरे सपनों में है कौन बसा, हाँ नहीं चलेंगे तेरे मुझसे ये बहाने, दिल की बातें है लगी तुझसे तो छुपा ले, तुझको है कैसे ये पता, तेरे ही तो नैनों ने मुझसे सब है कहाँ, नैन तेरे झुके झुके क्यों है ये बता, कोई तो है मन में तेरे हमसे सखी ना छुपा. ഫ്രാങ്കോ, രഞ്ജിനി, നിങ്ങളുമായിട്ട് ഒരുപാട് നേരം കൂടി സംസാരിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ടെലിവിഷൻ ഷോയ്ക്ക് അതിൻ്റെതായ പരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത ശേഷം വീണ്ടും ഞാൻ ഇതേപോലെ നിങ്ങളിവിടെ കൊണ്ടുവരും. അന്ന് ഫ്രാങ്കോ യൂസഫ് അലിയെ വെല്ലുന്നൊരു ബിസിനസ്സുകാരനായിരിക്കും. മാത്രമല്ല ഫ്രാങ്കോയുടെ പ്രോഡക്ട്സ് കഴിച്ചിട്ട് ഗുണമുണ്ടായി എന്ന് രഞ്ജിനി ഇവിടെ ഒന്ന് പറയും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഫ്രാങ്കോയുടെ മഹത്വചനങ്ങൾ വരും തലമുറകൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ജെബി ജംഗ്ഷനിൽ ഫ്രാങ്കോ, രഞ്ജിനി ഇത്ര നേരം പങ്കെടുത്തതിന് വളരെയധികം നന്ദി. പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.